അപ്പം നമ്മൾ ഇന്ന് മലയാറ്റൂർ പോണത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് മലയാറ്റൂർ പോണത്. അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് മലയാറ്റൂർ വരെ ഒരു 41 കിലോമീറ്ററാണ് ഇപ്പോൾ ഗൂഗിൾ മാപ്പ് കാണിക്കണം. അതായത് 1.5 മണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് പറയണത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് പോണത് എയർപോർട്ട്, പിന്നെ അവിടെ നിന്ന് കാലടി, അങ്ങനെ മലയാറ്റൂരാണ് പോണത്. അതിന് പോണ വഴിക്ക് പോണ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പം വാ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മ ബിബിൻ ജോർജിന്റെ കടയിലാണ് വന്നേക്കണത്. നമുക്ക് സൂര്യയുടെ വീഡിയോയിൽ കണ്ടപ്പോ നമ്മ എന്തായാലും ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മ അങ്ങാടാണ് വന്നേക്കണത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ബിരിയാണി ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നമ്മ ഒരു ബീഫ് ഒരു ചിക്കനാണ് പറഞ്ഞേക്കുന്നത്. അതിന് നമ്മ വെയിറ്റ് ചെയ്തിരിക്കാണ്. ഇപ്പൊ സമയം 2:30 വലിയ തിരക്കൊന്നുമില്ല. പിന്നെ മിക്കവരും പാഴ്സലാണ് കൊണ്ടുപോകണേന്ന് തോന്നണല്ലേ. കൂടുതലും പാഴ്സലാണ് വന്നത്. അധികം നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒന്നും ഇല്ല. അത്യാവശ്യത്തിന് ഒരു 5-6 ഫാമിലി അത്രയൊക്കെ പറ്റുള്ളൂ. ബാക്കിയൊക്കെ പാഴ്സലാണ് കൊണ്ടുപോകുന്നതെന്ന് തോന്നണം. ഇപ്പൊ നമ്മുടെ ബിരിയാണി കഴിച്ചിട്ട് അറിയാം. അതില് മുട്ട ഒന്നും ഇല്ല. മുട്ടക്കിന്റെ വീഡിയോ പറഞ്ഞു. മുട്ട ഒന്നും ഇല്ല. സമയം കഴിഞ്ഞോണ്ടായിരിക്കുന്നാണ് ഇവള് പറയണത്. അറിയില്ല. ബീഫ് നല്ല, ചിക്കൻ അത്ര ഓക്കെ. ആ ചിക്കൻ ബീഫ് കൊള്ളാം. ബീഫ് നല്ല ബിരിയാണിയാണ്. ചിക്കൻ നമ്മുടെ അല്ല ചിക്കൻ പോട്ടെ. ബിരിയാണി, ചിക്കൻ ബിരിയാണി നമുക്ക് വാങ്ങാൻ അടിപൊളിയായിട്ട് തോന്നുന്നു. ഞാൻ പിന്നെ ഒരു ബീഫ് ലവർ അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ബീഫ് കൂടുതൽ പ്രിഫർ ചെയ്യണത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേട്ടനെ കാണുമെന്ന് നമ്മൊരു ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ കാണാൻ പറ്റിയില്ല. പക്ഷെ ബിബിൻ ചേട്ടന്റെ ഒരു കട്ടൗട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബിബിൻ ചേട്ടാ ബിരിയാണി കുഴപ്പമില്ല. ബീഫ് ചിക്കനേക്കാളും നല്ലത് ബീഫാണ്. പിന്നെ പ്രൈസ് ഇത്തിരി കൂട്ടിയില്ലേ ബീഫിന്? അത് ശരിയായില്ല. കാർത്തിക് സിരിയുടെ വ്ളോഗിൽ 150 കണ്ടത് അല്ലേ? പിന്നെന്താണ് കുട്ടിയത്? പറ. ശരി, ഞങ്ങൾ പോണ്. ബൈ. പണ്ടിങ്ങനെ പറയും, പണ്ട് നമ്മ ഇതിലൊരു ഇതുപോലെ പറയൂലേ, കല്യാണം ഇവിടെ നല്ല അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ച് വെയിലുണ്ട്. ആൾക്കാരുടെ കാറ്റടിയിടാ. പിന്നെ ഞാൻ പറയാട്ടെ, ഇത്ര നേരം ഞങ്ങൾ ഒരു മനുഷ്യനെ കണ്ടില്ല. പള്ളിയിലോട്ടുള്ള നടന്നു വന്ന് പള്ളിയിലോട്ട് ചേർന്ന ആൾക്കാർ നടന്നു വന്നവരുണ്ടല്ലോ, അവരെ നമ്മ കണ്ടിട്ടേ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പോലെ ഉണ്ടാവൂലേ. പക്ഷെ ഇവിടെ നമ്മ കുറച്ചു പേരെ കണ്ട് ആൾക്കാരൊക്കെ ഇട്ടിട്ടാ നടന്നു പോണവരൊക്കെ പള്ളിയിലോട്ട്. ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ വെയിലുണ്ട്. നമ്മളാണ് നക്ഷത്ര തടാകട്ട. ഇതിന് ഇവിടെ എന്ന് വെച്ചാല് നമ്മുടെ ന്യൂ ഇയറിനൊക്കെ ഇത് നക്ഷത്രം ഇരിക്കാത്തതുകൊണ്ടാണ് ഇതിന് നക്ഷത്ര തടാകം എന്ന് പേര്. അപ്പൊ നമ്മ താഴെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മ മല കയറണം. അപ്പൊ നമ്മ മല കയറി തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ വന്നുണ്ട്. പക്ഷെ തുരിശും കൊണ്ട് വന്നവരൊന്നും കാണില്ല. ടൂറിസ്റ്റുകളും നമ്മളെ പോലെ തല്ലവരൊക്കെയാണ് നിലവിൽ ഇപ്പൊ ഉള്ളത്. സത്യം പറഞ്ഞാ താഴെ ആ നക്ഷത്ര തടാകം വരെ വന്നിട്ടുള്ളൂ. ഇങ്ങോട്ട് കേറിയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈം തന്നെയാണ്. അപ്പുറത്ത് ഇപ്പുറത്ത് കൊറേ കടകള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഇങ്ങനെ പിള്ളേർക്ക് പറ്റിയ കളിപ്പാട്ട കടകള് അങ്ങനത്തെ അത്യാവശ്യം തിരക്ക്. മലയാളികൾ മാത്രല്ല തമിഴന്മാരും ഉണ്ട് അല്ലേ? എന്താ ഇവിടം വരെ റോഡുള്ളൂ എന്ന് തോന്നണ. പിന്നെ അങ്ങാട് മലയാണെന്ന് തോന്നണട്ടാ. അറിയില്ല. നമുക്ക് അതെ ഇപ്പൊ തന്നെ അണച്ച് നമുക്ക് ഞാൻ അറ്റത്ത് അവിടെ എത്തിയിട്ട് നോക്കട്ടാ.
ഇതാണ് അപ്പൊ പ്രാരംഭ പ്രാർത്ഥന. പ്രാരംഭ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇവിടെ തൊഴുതിട്ട് വേണം നമ്മ മുകളിലോട്ട് കയറാനായിട്ട്. അപ്പൊ ഉണ്ട് ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ തൊഴുതിട്ടാണ് ആൾക്കാരൊക്കെ മുകളിലോട്ട് പോകുന്നത്. ഇവിടെയാണ് തൊഴുകേണ്ടത്. ആദ്യം ഇവിടെ തൊഴുതിട്ട് വേണം മുകളിൽ മല കയറാൻ. ഇവിടെ കണ്ടിട്ടിങ്ങനെ പിന്നെയാണ് പൊന്നുംകുരിശ് മുത്തപ്പ പൊന്മല കയറ്റം. കയറ്റമാണ് ഇത്. ഇവിടെ ഇപ്പൊ തന്നെ അണച്ചട്ടെ തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പ് തോൽവി സമ്മതിച്ചു. ഇതിനും വലിയ മല കയറുന്നത് അതേത് മല? അതേത് മല? മറ്റേടപ്പം നമ്മുടെ വാഗമണില് ഇങ്ങനെ മുകളില് കുരിശില്ലേ, അത് ഞാൻ കയറി. ശിഖം കയറിയിട്ടില്ല, ശിഖം പോയിട്ടില്ല. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ്. ഞാനും ഇവിടെ ആദ്യമായിട്ടാണ്. പറഞ്ഞു കേട്ടിട്ടുള്ളൂ. മറ്റേ പാട്ടുണ്ടല്ലോ, വലിയ തിരക്കില്ല, അതുകൊണ്ട് ഇങ്ങനെ കയറാം. അത് ചിന്നയുടെ ചേട്ടൻ മനുണ്ട്. ആ ചേട്ടനായിട്ട് സമ്മതിക്കണം. അതുകൊണ്ടാണ് കുട്ടികളെ കൊണ്ടുവരാൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ ചെക്കന്മാരൊന്നും നടക്കൂല, എടുക്കണ്ടവര്. നമ്മളെ പിള്ളേരെ കൊണ്ടുവരാൻ പറ്റില്ല. അവന്മാര് കുറച്ച് കയറുമ്പോ തന്നെ കാൽവേദന പറഞ്ഞ് എടുക്കാൻ പറയും. അവരിപ്പ എന്റെ വീട്ടിലാണ് ഉള്ളത്. പക്ഷെ ഇതൊന്നും ആലോചിച്ച് നോക്കണം, ഈ മലയാണ് ആൾക്കാര് കുരിശൊക്കെ കൊണ്ട് കയറണത് മുകളില്. ഇതൊന്നും ഒരു ഇതൊന്നും അല്ല, ഭാരപ്പെട്ട മരക്കുരിശൊക്കെ കൊണ്ട് കയറണത് ഈ മലയിലൂടെയാണ്. അപ്പൊ നമ്മ വെറുതെ കൈവീശി കയറുന്നതും അതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അവരെ സമ്മതിക്കണം. അപ്പൊ ഈ കാണുന്ന കുന്ന് കയറി കുന്നല്ലൊക്കെ പാറയും കല്ലൊക്കെ കയറി ഇപ്പൊ ഒരു നിരപ്പായ റോഡ് എത്തിയിട്ട്, നിരപ്പായ സ്ഥലം. വെയിലുണ്ടെങ്കിലും ഈ മരത്തിന്റെ വെയിൽ കാരണം വെയിലടിക്കണില്ല. വെയില് നല്ല പീസ്ഫുൾ ആണ്. ചെറിയ സൈലൻസ് ഉണ്ട്. ഇത്ര ആൾക്കാരുണ്ടെങ്കിലും വണ്ടികൾ ഒച്ചയില്ല, ഒന്നുമില്ല. നല്ലൊരു സൈലൻസ് ആണ്. അല്ലേ, ഇവിടെ നല്ല ചീവീടിന്റെ കരച്ചിലൊക്കെ ഉണ്ട്. നമ്മുടെ അവിടെയൊക്കെ ചീവീടിനൊക്കെ വംശനാശം സംഭവിച്ചു. ഇപ്പൊ കുഴപ്പമില്ല, നടക്കാൻ. ഇപ്പൊ നിരപ്പായ സ്ഥലം, ഒരു മല കയറി ഇറങ്ങി, അങ്ങനെ അതാണ് സംഭവം. അങ്ങനെയാണ് ഇപ്പൊ സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ ഉള്ള. എന്തായാലും എല്ലാരും ഒരു പ്രാവശ്യം വെള്ളം തായിക്കുണ്ട്. ഇത്ര വെള്ളം, ഞാൻ വെള്ളം മേടിക്കാൻ മറന്നു. ഇവിടെ എന്തോ പ്ലെയർ ഞാൻ വിചാരിച്ചു ഇവിടെ തറയി വലിയ തറയി പാട്ട് കേൾക്കണ്ടല്ലോ. എന്തോ ഇവിടെ ബോക്സിന്റെ പാട്ടാണ് കേൾക്കണം. ആ സ്പീക്കർ വെച്ചിട്ട് തോന്നി. ഞാൻ പാൻ ചെയ്ത് കാണിച്ചത്. വെള്ളം തീർക്കല്ലേ പിള്ളേരെ, നല്ല പിള്ളേരെ പക്ഷെ കൊണ്ടുതന്നെ കേട്ടോ. കൊറേ പേര് ഇതിൽ കുട്ടികളുണ്ട്, കുഞ്ഞു പിള്ളേരൊക്കെ വെച്ച് കയറുന്നവരുണ്ട് കേട്ടോ. പക്ഷെ നമ്മള് രണ്ടുപേര് മാത്രല്ലേ ഉള്ളൂ. മാറി മാറി എടുക്കണ്ട. നമുക്ക് രണ്ടുപേരും ഉണ്ട്. നമുക്കിപ്പോ ഒരാൾക്ക് ഇറക്കി അങ്ങനെ പറ്റൂല. കൊറേ നമ്മ വീട്ടിൽ നിന്ന് എല്ലാരും കൂടിയാണ് വന്നെങ്കിൽ പിള്ളേരെ കൊണ്ടുവരാൻ പറ്റും. ഇരിപ്പായിട്ട് കാലിനെന്തോ പറ്റിട്ടുണ്ട്, വയസ്സായി, അതാണ് പറ്റിയത്. പണ്ടത്തെ പോലെ സ്റ്റാമിന ഇരിപ്പായിട്ടാ. ഞാൻ ഇനിയും കേറാൻ തയ്യാറാണ്, എനിക്ക് പറ്റും. ഇവിടെ കാണാൻ കൊള്ളാട്ടാ, അതാണ് ഒരു പ്രത്യേകത. നല്ല ഭംഗിയുണ്ട്. ഇവിടെ എന്തോ നെറ്റാ എന്തോ ഇട്ട് വെച്ചിട്ടുണ്ട്, കാണാണ്ട. ഇത് ഇലക്ട്രിക്കാ ഫെൻസിങ്ങാന്ന് കാണാണ്ട. ഇതിട്ട് വെച്ചിട്ടുണ്ട് കാട്ടില്. ബാ ഈ വഴി, ഈ വഴി. ഇത്ര നേരം ഞാൻ പറഞ്ഞില്ല, നിരപ്പായിട്ടുള്ള ഒരു പ്രതലം ഇരുന്ന്. ഇനി അടുത്ത കല്ലുമുള്ളു എന്ന് പറഞ്ഞ കുന്ന് കയറാൻ പോണേ. കുന്നല്ല, പാറക്കെട്ടുകള്. വന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കുമല്ലോ ഇതൊക്കെ. ഇങ്ങനെ കയറി പോണം. കൊറേ പേര് ചെരിപ്പിടാറുണ്ടല്ലേ, സമ്മതിക്കണവര്.
ചേച്ചി വടി കൊടുക്കണ്ട. അങ്ങനെ നമുക്ക് ചേച്ചി എന്റെ കയറ്റം കണ്ടിട്ട് എനിക്ക് വടി തന്നു. അവസ്ഥ ചേച്ചിയുടെ വടി കൊടുക്കും. വടി നമുക്കൊരു താങ്ങാണ് എന്റെ കർത്താവേ. വടി കൊത്തി ഞങ്ങള് മല കയറുകയാണ്. ആ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ചേച്ചിനോട് നന്ദി. ഉയ്യോ അമ്മ ചേച്ചി കണ്ടാ അത് പറ്റിയില്ല. ആകെ തെന്നി പോയതാണ്. നോക്കിയാടൊന്നില്ലെങ്കിൽ അങ്ങനെയും ഉണ്ടാവും. ആ ചേച്ചിനോട് നന്ദി മാത്രം. ആ ചേച്ചി എനിക്ക് തോന്നണേ ദൈവത്തിന്റെ അത് പ്രതീതാണെന്ന് തോന്നണം. ഇത് ഞങ്ങൾ ഈ മല ഒന്ന് കയറട്ടെ. നമുക്ക് അവിടെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ നോക്കണം. പരിചയക്കാരൊക്കെ ഉണ്ടെന്ന് അറിയണം. നമ്മുടെ അവിടെ നമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇപ്പൊ കൊറേ പേര് നടന്നു തന്നെണ്ടായി, കാൽനട യാത്ര ആയിട്ട്. അവരൊക്കെ ഉണ്ടാവായിരിക്കും അല്ലേ? ഉണ്ടാവുമായിരിക്കും. അപ്പൊ നമുക്ക് മോളില് വലിയ പരിചയം ഇതുവരെ നമ്മ ഒരു പരിചയക്കാരെയും കണ്ടില്ല. ഈ ഉരുളക്കല്ല് സീനാണ് കേട്ടാ. ഇതിന്റെ മോളിൽ കൂടെ നല്ല വീഴും. പറയാൻ പറ്റില്ല ഏതൊക്കെയാണ്. ഈ വഴി പോട്ടെ, ഈ വഴി പോട്ടെ. വടിയും കുത്തി പയ്യണ്ട വന്നത്, കാല് വിറക്കണത്. ഇത്ര ദൂരമായി കുത്തിനുള്ള കയറ്റം. റെസ്റ്റ് എടുത്തോളൂ. വെള്ളം തീർന്നു പോയി, അതൊരു നഷ്ടം. ആ മൂന്ന് വെള്ളം അടിക്കാം. മോളി കയറി കുടിക്കുന്നു. മോളിക്കാർ അവിടെ വെള്ളമില്ല. വെള്ളം അവിടെ നമുക്ക് കുടിക്കാം. ഇത്തിരി വേഗം നടന്നാലും വേഗം കയറാം. കേറിക്കോ. പണ്ടത്തെ കുട്ടിയല്ലോ രണ്ട് കേറി സ്പീഡി വാ. വേഗം വന്നാ വേഗം പോവാ. വേഗം വാ. വെള്ളം കുടിക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തെന്ന് പറയും, കുപ്പി കളഞ്ഞു ഗായ്സ്. വെള്ളം പ്ലാസ്റ്റിക് വെച്ച് അതെ ഇവിടെ കുടിക്കാം. ഇങ്ങനെ വാ. ഒറ്റടിക്ക് നടക്കണോന്ന് വിചാരിച്ചാണ്, പറ്റൂല. അവിടെ കണ്ട കുരിശിലാണ്. ഓരോ കുരിശിന്റെ അവിടെ പ്രാർത്ഥിക്കണമെന്നാണ് കുരിശ് വന്നായിരുന്നു. മതിയായിട്ടാ ടയർഡായി. വെള്ളമില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഉള്ള നടത്താൻ തുടങ്ങിയാണ്. എത്ര ദൂരം അറിയാൻ പാടില്ല, അതൊരു ഇതുള്ളൂ. എത്താറായെന്നാ ഇങ്ങനെയൊന്നും അറിയില്ല. അല്ലേ സത്യം പറഞ്ഞ നടന്ന് വയ്യാണ്ടാകും. ഞാനൊരു കാര്യം പറയാം, ഇനിയിപ്പൊ എന്റെ ജീവിതത്തില് ഏറ്റവും രുചിയുള്ള വെള്ളം കുടിച്ചേക്കണത്, ഇതുവരെ ഏറ്റവും രുചിയുള്ള വെള്ളം എന്ന് പറഞ്ഞത് ഈ വെള്ളം കൊണ്ടിട്ടാണ്. സത്യം പറയാ, കുടിച്ചതിൽ ഏറ്റവും രുചിയുള്ള വെള്ളം ഇതാണ്. പിന്നെ മുഖത്ത് വെള്ളം ഒഴിക്കുമ്പോ നമുക്ക് അത്ര ക്ഷീണം തോന്നണില്ല. മുഖത്ത് വെള്ളം ഒഴിച്ച് ഓരോ കുരിശ് അടിയുടെ അവിടെയും വെള്ളമുണ്ട്. അപ്പൊ നമ്മ വെള്ളം കുടിച്ച് മുഖത്ത് വെള്ളം ഒഴിച്ചു പോകുമ്പോ നമുക്ക് അതിൻ്റെതായ ക്ഷീണം ഇല്ല കേട്ടാ. ഇത് ഏത് കുരിശടിയാണെന്ന് അറിയില്ല. നമ്മ ഇങ്ങാട് ഇച്ചിരി റോങ് സൈഡായി കയറി വന്നത്. ജിള വെള്ളം ഇതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടേക്കണ്ട. പൊന്നും കുരിശ് വത്തപ്പോ പൊന്മല കയറ്റം. ഇത് കേൾക്കുമ്പോ നമുക്ക് ഉള്ളിലൊരു ഇത് കുളിർമയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മ വന്നത് പുലിമുരുകനാണ്. മോഹൻലാല് വന്നത് പാട്ട് പാടൂല്ലേ. കൊള്ളാട്ടാ. ഇത് കുറച്ച് ഈസി ആയി, വലിയ ടഫ്നെസ് ഇല്ല. കുറച്ച് സ്പീഡിൽ നടക്കാൻ പറ്റുന്നുണ്ട്.
പക്ഷെ മഴ ഉണ്ട് തോന്നുന്നുണ്ട്, മഴ വീട് ഇടുക്കൊക്കെ ഉണ്ട്, മഴ പെയ്യുന്ന അറിയില്ല. ആ വെയിലുണ്ടെങ്കിൽ വലിയ സീൻ ഉണ്ടാവൂല, മരങ്ങൾ വളർന്ന തണുപ്പ് ഉണ്ടാവൂല, കൂളിംഗ് ഉണ്ടാവും. ഇനി നടക്കട്ടെ. ഓരോ ഓരോ കുരിശിന്റെ അവിടെയും പ്രാർത്ഥിക്കണം. ഇപ്പൊ നമ്മ 8ാമത്തെ കുരിശടി ആയിട്ടുള്ളൂ. എത്ര 14 എനിക്ക് അറിഞ്ഞൂടാ. സ്റ്റെപ്പ് കണ്ടു തുടങ്ങി, അതിന്റെ അർത്ഥം അറിയില്ല, എത്തറയെന്ന് തോന്നാണ്. അധികം ദൂരം ഉണ്ടാകാൻ വഴിയില്ല. വാ മുകളോട്ട് വാ. അപ്പൊ നമ്മളിപ്പം 12ാമത്തെ കുരിശടി എത്തിയട്ടാ. ആ കാണുന്ന കടയിന്ന് നമ്മ 2 ഉപ്പ് സോഡ കുടിച്ച് 60 രൂപ, ഒരു ഉപ്പ് സോഡക്ക് 30 രൂപ വെച്ച്. പിന്നെ വില എന്താ കൂട്ടുന്ന വെച്ചാല് അറിയാലോ, ഇത്ര ടോപ്പിൽ വന്നിട്ട് അവര് ചെയ്യണമല്ലേ, അപ്പൊ അതിന്റെ വിലയാണ് അത് 60 രൂപ. പക്ഷെ നല്ല ഉപ്പ് സോഡ കുടിച്ചപ്പോ ഒരു ആശ്വാസം ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഉപ്പ് സോഡക്ക് നല്ല രുചി ഉണ്ടായി. പക്ഷെ ഇത്തിരി എനർജി കിട്ടിയേട്ടാ, അതെന്താന്നറിയില്ല, ഇത്തിരി ചെറിയൊരു എനർജി കിട്ടി കേറാൻ. അവിടെ മിനറൽ വാട്ടർ ഉണ്ടായില്ല, ഈ കടയിലുണ്ടെന്ന് തോന്നുന്നു മിനറൽ വാട്ടർ. കാപ്പിട്ട് തോന്നണുള്ള തലയിൽ ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ നോക്കി ആൾക്കാര് കൊണ്ടുവന്നേക്കണതാണ് ഇത് നമ്മുടെ ചെട്ടിക്കാട്. വലിയ കൊണ്ടെന്നാണ് അറിഞ്ഞൂടാ, ചുവന്നുണ്ടെന്നാന്ന് അറിയില്ല. സമ്മതിക്കട്ടെ, ഇതൊക്കെ ചുമന്ന് വന്നേന് മുകളിലൊക്കെ ഉണ്ട്. അത് മുകളിൽ ചെന്നിട്ട് കാണിക്കാം. മുകളിലെത്തി, അതാണെന്ന് അറിയില്ല കേട്ടാ. ഉണ്ട് കൊറേ ആൾക്കാർക്ക് കുറിച്ച് വാങ്ങിട്ട് ഇവിടെ ചേട്ടനവിടെ കെട്ടറുണ്ട്, കൊച്ചു വീഴാതിരിക്കും. ഫുൾ നമ്മ മുകളിലെത്തി, പള്ളിയുടെ കവാടം അത് അങ്ങനെ കൊറേ ഉണ്ട് ഇവിടെ. ഇങ്ങനെ ഓരോരുത്തവരും കൊണ്ടുവന്നതാണ്, അത് വേറെ പള്ളിയുടെ പേരും അങ്ങനെ ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മ ഇനി അങ്ങോട്ട് മുകളിലോട്ട് കയറിയിട്ട് നമുക്ക് അവിടെ പ്രാർത്ഥിച്ചിട്ട് വരാം. പൊന്നും കുരിശൊക്കെ കാണിച്ചു തരാം, പള്ളി പൊന്നും കുരിശൊക്കെ കാണിച്ചു തരാം. അങ്ങനെ കൊറേ ഈ കാണുന്നതാണ് മാർത്തോമ മണ്ഡപം. ഇത് ഇവിടെ മാർത്തോമയുടെ ഒരു രൂപമുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നേർച്ച കൊണ്ടുവന്ന വഴിപാടൊക്കെ ഇടാം. പിന്നെ മെഴുകുതിരി കത്തിക്കാൻ ഇതിന്റെ ബാക്കിൽ നമുക്ക് മെഴുകുതിരി ഒക്കെ കത്തിക്കാനായിട്ട് ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. ഇതാണ് നവധാന്യങ്ങൾ, പിന്നെ തൊട്ടാണ് കുരുമുളകൊക്കെയാണ് കേട്ടോ. ഈ മല കയറിട്ട് ഈ വ്യൂ ഒന്ന് കാണണം, ഒരു പറയാൻ പറ്റില്ല, അത്ര അടിപൊളിയാണ്. കാണിച്ചരാണ് അങ്ങോട്ട് പണ്ട് ഇറങ്ങാൻ തോന്നി, ഇപ്പൊ പറ്റൂല, ഇറക്കാൻ പറ്റില്ല, ഇറങ്ങണില്ല. ഇവിടെ അല്ലത് ഫെൻസിങ് അല്ല, പണ്ട് ഇറങ്ങാൻ പറ്റുന്നു അവിടെയൊക്കെ. പക്ഷെ നല്ല നോക്കി സൈഡാണ് നോക്കിയാൽ നമുക്ക് എനിക്കറിയില്ല, എന്തായാലും കൊള്ളാം. അതൊക്കെ അപ്പുറത്ത് അവിടെ വ്യൂ പോയിട്ടുണ്ട്, നോക്കാം അങ്ങോട്ടല്ല. ബാ അപ്പൊ ഇതാണ് ആനകുത്തിയ പള്ളി എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കണത്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയണേന്ന് എനിക്കറിയില്ല, അറിയണവര് കമന്റ് ചെയ്യും. പൊന്നും കുരിശി എന്നിട്ടടി ഇത് കുഞ്ഞുണ്ണിയപ്പ രണ്ട് 5-6 ഉണ്ണിയപ്പ അവള് പൊക്കാൻ പോയിട്ടുണ്ട്. രസക്കണ്ടെന്ന് പറഞ്ഞ് ഉണ്ണിയപ്പം തന്നെ ഞാൻ പറഞ്ഞല്ല, കാരണം എന്റെ കയ്യിലാണോ എനിക്ക് മതി, അവള് പൊക്കിയിട്ടുണ്ട്. രസക്കണ്ടെന്ന് ഈ ഉണ്ണിയപ്പം അടിപൊളിയാണ്ടാ. എങ്ങനെയുണ്ട്? ഇല്ല വിശന്നിട്ടല്ല, അല്ലാതെ നല്ല രുചിയുണ്ട്. കുഞ്ഞു ഉണ്ണിയപ്പാണെങ്കിലും ഞാൻ ആദ്യമായിട്ട് ഇത്ര ചെറിയ ഉണ്ണിയപ്പം വാങ്ങിക്കുന്നത്. നല്ല മൊരി, ഒരു ക്രിസ്പാണ്, നല്ല ക്രിസ്പും നല്ല രസമുണ്ട്. എന്തായാലും കൊള്ളാട്ടോ, ഇതാണ് ഇവിടുത്തെ കൊടിമ.
ഇത്രയും മോളിക്ക് ഇതാണ് പൊന്നും കുരിശ്. മോളിൽ കയറിയിട്ട് ഒരു നമുക്കൊരു എന്താ പറയാ പിന്നെ ടയർഡ്നെസ് ഇല്ല. പിന്നെ കേറിയപ്പോണ്ടായി ഇവിടെ നല്ല കാറ്റും. പിന്നെ നമുക്ക് കേറിയതിനൊരു ഇത് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് വൈകിട്ട് അവിടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി നല്ല ഭംഗിയുണ്ട് കാണാൻ. പാട്ടും അതൊരു രസം തന്നെയാണ് പാട്ടും. കാൽപ്പാടുള്ള ഇവിടെയാണ്. ഈ കാണുന്നതാണ് തോമസ് ലീയുടെ കാൽപാദം പതിഞ്ഞ പാറ. ഒരു അത്ഭുതം തന്നെയാണ്. ഞാനൊരു വ്യൂ കാണിച്ചത്. അരുവി ഒഴുകണം. അരുവിയ പുഴ. പിന്നെ അവിടെ പ്ലാന്റേഷൻ ഉണ്ട്. അങ്ങാട് അടിപൊളിയാണ്. അങ്ങാട് പ്ലാന്റേഷൻ അവിടെ പ്ലാന്റേഷൻ. അങ്ങോട്ട് പോവാ. അറിയില്ല. ക്യാമറ തന്നെ നല്ല ഭംഗി കാണാം. അടിപൊളി. കണ്ണിന് കാണുമ്പോ നല്ല രസം. നല്ല കാറ്റും നല്ലൊരു കുളിർമ. വേർത്തിട്ടേ കാറ്റടിക്കുമ്പോ നല്ല തണുപ്പുണ്ട്. ഇത് നോക്കി അവിടെ അരുവി തന്നെ. ഇത് സൂപ്പർ കൊള്ള. അപ്പൊ ഇനി നമ്മ കുറച്ചേരം ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മ ഇറങ്ങും. ഇനി താഴെ എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബോറടി ആവും, ലാഗാവും. അപ്പൊ ഇനി താഴെ എത്തിയിട്ട് കാണാട്ടാ. മോളില് കയറി താഴെ എത്തി. താഴ്വാരത്ത് എത്തിയിട്ടുണ്ട്. അല്ല അടിവാരം അല്ലേ, അടിവാരത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ. നമ്മ താഴെ എത്തിയപ്പോ കഞ്ഞി പയറ് അച്ചാറ്. മറ്റേ ബേസിൽ ജോസ് പറഞ്ഞിട്ടില്ലേ, ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ലേ ഏറ്റവും രുചിയുള്ളത് ഇങ്ങനത്തെ കഞ്ഞിക്കാണെന്ന്. അത് സത്യം. അടിപൊളി. പയറും മാങ്ങയും ഉപ്പുണ്ടായിട്ടാ അടിപൊളി ടേസ്റ്റ്. ഇതുകൂടി കാണിച്ചിട്ട് നിർത്തുകയാണ്. അപ്പൊ ഓക്കെ ബൈ. ടാറ്റ കൊടുക്ക്.